ഇന്ത്യയുടെ ചരിത്രത്തിലെ വേദനാജനകമായ അധ്യായമാണ് കാണ്ഡഹാർ വിമാനറാഞ്ചൽ. പക്ഷേ തൽക്കാലം അത് മറക്കാം. താലിബാനുമായി കൂടുതൽ അടുക്കുകയാണ് ഇന്ത്യ. പാകിസ്ഥാനുമായി ഇടയുന്ന താലിബാനെ ചേർത്ത് നിർത്തുന്നതാണ് ഇന്ത്യയുടെ പുതിയ രാഷ്ട്രീയ തന്ത്രം. 2001 അമേരിക്കയുടെ നേതൃത്വത്തിൽ അധിനിവേശത്തിലൂടെ താലിബാനെ പുറത്താക്കിയതിനു ശേഷം ഏകദേശം 2 പതിറ്റാണ്ടായി താലിബാനോട് അകലം പാലിക്കുന്നതായിരുന്നു ഇന്ത്യയുടെ സമീപനം. 2021 അധികാരം പിടിച്ചെടുത്ത അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുമില്ല. ഇന്ത്യയും താലിബാനും തമ്മിലുള്ള അകലം കുറച്ചത് 2025 മെയ് മാസം കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിൻ്റെ ആ ഫോൺ കോളാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ താലിബാൻ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി മുത്തക്കിയെ ഫോണിൽ വിളിച്ചു. പഹൽഗാം ആക്രമണത്തെ താലിബാൻ ശക്തമായ ഭാഷയിൽ അതിനു മുൻപ് തന്നെ അപലപിച്ചിരുന്നു. അതിനുള്ള നന്ദി പറച്ചിൽ കൂടിയായിരുന്നു ആ ഫോൺ കോൾ. ആ ഫോൺ കോളിന് പിന്നാലെ ഘട്ടം ഘട്ടമായി ഇന്ത്യയും താലിബാനും കൂടുതൽ അടുത്തു. താലിബാനെ ഇന്ത്യ അംഗീകരിക്കുന്ന കാലം വിദൂരമല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്ദ്രപ്രസ്ഥത്തിലെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ. UN സുരക്ഷാ കൗൺസിലിൻ്റെ നിരോധിത ഭീകരവാദികളുടെ പട്ടികയിലുള്ള അമീർ ഖാൻ മുത്തഖി ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി. അമീർ ഖാൻ മുത്തഖിയെ ഇന്ത്യ ക്ഷണിച്ചു വരുത്തിയതിനു പിന്നിൽ പല രാഷ്ട്രീയവുമുണ്ട്. വിലക്കുകൾ ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേക യാത്രാനുമതി നേടിയെടുത്താണ് മുത്തഖിയുടെ ഇന്ത്യ സന്ദർശനം. ഇന്ത്യയിലെത്തിയ താലിബാൻ നേതാവുമായുള്ള നയതന്ത്ര ചർച്ചകൾ നിർണായകമാകുന്നത് എന്തുകൊണ്ടാണ്? അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഭൗമ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് ഒന്ന്. റഷ്യ മാത്രമാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ളത്. റഷ്യയ്ക്ക് പിന്നാലെ ഇന്ത്യയും താലിബാൻ ഭരണത്തെ അംഗീകരിക്കുമോ എന്നതാണ് പ്രധാനം. മധ്യേഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ ഗതാഗത മാർഗങ്ങൾ പാകിസ്ഥാൻ തടഞ്ഞിരിക്കുകയാണ്. കരയാൽ ചുറ്റപ്പെട്ട അഫ്ഗാനിസ്ഥാനിലൂടെ ഇന്ത്യക്ക് ഒരു വ്യാപാര ഇടനാഴിയാണ് ലക്ഷ്യം. താലിബാനുമേൽ പാകിസ്ഥാന് പഴയ സ്വാധീനവുമില്ല. താലിബാൻ നേതൃത്വവുമായി നിരന്തര സംഘർഷങ്ങളിലാണ് പാകിസ്ഥാൻ. ഏകദേശം 80,000 അഫ്ഗാൻ അഭയാർത്ഥികളെയാണ് ഇക്കൊല്ലം ആദ്യം പാകിസ്ഥാൻ കൂട്ടത്തോടെ പുറത്താക്കിയത്. താലിബാനുമായി ചൈനയും അടുപ്പം ശക്തമാക്കുകയാണ്. ഇന്ത്യയുടെ ഈ നയതന്ത്ര നീക്കത്തിൻ്റെ മറ്റൊരു കാരണം അതുകൂടിയാണ്. വിശാലമായ ഇരുമ്പയിര് നിക്ഷേപമുള്ള ഹാജിഗാക്കിലാണ് ചൈനയുടെ കണ്ണ്. അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം വ്യോമത്താവളം US സൈന്യത്തിന് തിരികെ നൽകണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാശി പിടിക്കുന്നതിനിടെയാണ് മുത്തക്കിയുടെ ഇന്ത്യ സന്ദർശനമെന്നതും ശ്രദ്ധേയമാണ്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും അമീർ ഖാൻ മുത്തക്കി നടത്തുന്ന നയതന്ത്ര ചർച്ചകൾ അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്നു. സെക്കൻഡറി വിദ്യാഭ്യാസം, ജിമ്മുകൾ, പാർക്കുകൾ, ബ്യൂട്ടി സലൂണുകൾ എന്നിവയിൽ നിന്ന് പെൺകുട്ടികളെ വിലക്കുന്ന 80-ലധികം ഉത്തരവുകൾ താലിബാൻ ഇതിനകം പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നാണ് UN പറയുന്നത്. സ്ത്രീകളുടെ പൊതുജീവിതത്തിൽ നിയന്ത്രണങ്ങൾ കൽപ്പിക്കുന്ന താലിബാനോടടുക്കുമ്പോൾ മനുഷ്യാവകാശങ്ങളും ധാർമ്മിക പ്രശ്നങ്ങളും ഇന്ത്യക്ക് കണക്കിലെടുക്കേണ്ടി വരും. പല ചോദ്യങ്ങൾക്കും മറുപടി നൽകേണ്ടി വരും. കരുതലോടെയാണ് ഇന്ത്യ താലിബാനുമായി അടുക്കുന്നത് എന്നതും ചുരുക്കം. കശ്മീരിനെതിരായ ആക്രമണങ്ങൾക്കുള്ള ലോഞ്ച് പാഡ് ഒരുക്കി തീവ്രവാദ അച്ചുതണ്ടുകളെ നിയന്ത്രിച്ചിരുന്ന ചരിത്രവുമുണ്ട് താലിബാന്. അതുകൊണ്ട് തന്നെ ഒരേ സമയം അപകടകരവും ധീരവുമായ നയതന്ത്രമെന്ന ഇപ്പോഴത്തെ നീക്കങ്ങളെ വിശേഷിപ്പിക്കണം. താലിബാൻ നേതാക്കളുടെ ഇന്ത്യ സന്ദർശനം ഒരുപക്ഷേ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബന്ധത്തിൽ പുതിയ അധ്യായത്തിൻ്റെ തുടക്കമായേക്കാം.